ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. എന്നാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയും മുട്ടയും ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു പഞ്ചസാര മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ നമ്മളിത് അടിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മൈദ ചേർത്ത് മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ദോശമാവിൻ്റെ ഒരു ബാറ്റർ പോലത്തെ ഒരു ബാറ്ററാണ് കിട്ടുക. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടത്. ഇപ്പം നല്ല കട്ടിയുള്ളൊരു ബാറ്റർ തന്നെയാണിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലിൻ്റെ ആവശ്യം വരില്ല. ഒരു പകുതി 1/4 കപ്പിൻ്റെ പകുതി പാൽ മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ലൂസായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് പാലൊഴിച്ച് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു വാനില എസൻസ് ഇല്ലെങ്കിൽ ഇതിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. പക്ഷേ വാനില എസൻസിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പും വാനില എസൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബ്രെഡാണ്. ചെറുതാണെങ്കിൽ ഒരു 5 ബ്രെഡ് വരെ എടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് നമുക്ക് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ ഈ ഒരു ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കുക. ബ്രെഡ് മുക്കിയിട്ട് ഒരുപാട് സമയം വെക്കരുത്. പെട്ടെന്ന് മുക്കിയെടുക്കണം. ഇപ്പോൾ 2 ഭാഗം ഒന്ന് ഈ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട. മുങ്ങി പൊരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിലിൻ്റെ ആവശ്യമില്ല. ഓരോ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. അതേപോലെ ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് എണ്ണ വേണ്ടി വരും എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ സാധാരണ സ്നാക്ക് ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് എണ്ണ മാത്രം നമുക്ക് ഇതിന് വേണ്ടി വരുള്ളൂ. കാരണം നമ്മളിത് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. ഇപ്പം 2 ഭാഗവും കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.